ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 68. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോ അമിത വിക്രമഃ അംഭോ നിധിരനന്താത്മാ മഹോദധിശയോ അന്തകഃ. ഹരി ഓം. ഹരി ഓം. 513 നാമം ജീവഃ. ക്ഷേത്രജ്ഞരൂപേണ അഥവാ ജീവാത്മരൂപേണ എല്ലാ ശരീരത്തിലും വസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ജീവഃ. 514 നാമം വിനയിത സാക്ഷി. വിനയം ഉള്ളവരുടെ ഭാവം വിനയിത. ആ ഭാവത്തെ പ്രത്യക്ഷമായി കണ്ടറിയുന്നവൻ. കാരണം നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളെ ഇത്രയും കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഭഗവാൻ, അല്ലെ? ഭഗവാൻ മാത്രമാണ് അതൊക്കെ അറിയുന്നത്. അപ്പോൾ വിനയം അത് കപടമാണെങ്കിൽ ഭഗവാൻ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഭഗവാനോട് കളി വേണ്ട എന്നാണ് ഈ നാമങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഭഗവാനോട് കൃത്രിമം കാട്ടരുത്, കള്ളത്തരം കാട്ടരുത് എന്നാണ്. അപ്പോൾ വിനയത്തോടു കൂടിയാണ് നിങ്ങൾ ഭഗവാനെ സമീപിക്കുന്നതെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഭഗവാന് തിരിച്ചറിയാൻ കഴിയും. കപട വിനയമാണെങ്കിൽ അതും ഭഗവാൻ തിരിച്ചറിയും. അതാണ് പ്രജകളുടെ ആ വിനയിതയെ, അവരുടെ ആ യഥാർത്ഥ വിനയ സ്വഭാവത്തെ, ആ ഗുണത്തെ സാക്ഷാത്തായിട്ട് ഒരു കണ്ണാടിയിൽ എന്നതുപോലെ നേർക്ക് നേർ ദർശിക്കുവാൻ കഴിയും എന്ന അർത്ഥത്തിൽ വിനയിത സാക്ഷി. 515 നാമം മുകുന്ദഃ. മോക്ഷത്തെ ദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് മുകുന്ദഃ. അതാണ് മുക്തിയെ കൊടുക്കുന്നവൻ. 516 നാമം അമിത വിക്രമഃ. ഇത്രയെന്ന് കണക്കാക്കാൻ വയ്യാത്ത വിധത്തിലുള്ള പദവിന്യാസത്തോടു കൂടിയവൻ ഭഗവാൻ. ഒരു കാലെടുത്ത് വെച്ചാൽ എത്ര ലോകം അളക്കാൻ സാധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും അമിതമായ വിക്രമം എന്നതുകൊണ്ട് ഇവിടെ പദവിന്യാസം കൂടിയവൻ. ഇത് വാമനാവതാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാമാണ്. കാരണം 2 പാദം കൊണ്ട് തന്നെ 14 ലോകങ്ങൾ ഭഗവാൻ അളന്നതാണ്. അതിനാൽ അമിത വിക്രമഃ, അമിതമായിട്ടുള്ള അളക്കാൻ സാധിക്കാത്ത പദവിന്യാസത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിലാണ് അമിത വിക്രമഃ. ഇനി സാധാരണ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു അർത്ഥമുണ്ട്. അമിതമായ വിക്രമം അഥവാ ശൗര്യമുള്ളവൻ, അതാണ് അമിത വിക്രമഃ. 517 നാമം അംഭോനിധിഹി. അംഭസ്സുകൾ എന്ന് വെച്ചാൽ ഈ ദേവാദികളെ അംബസ്സുകൾ എന്ന് വിളിക്കുന്നുണ്ട്. ദേവന്മാര്, മനുഷ്യർ, പിതൃക്കൾ, അസുരന്മാർ, ഇവർ 4 അംബസ്സുകളാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ദേവാദികൾക്ക് ആധാരമായിട്ടുള്ള നിധിയായിട്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അംഭോനിധിഹി. ഇനി സാധാരണ അംഭോനിധി എന്നാൽ സാഗരം എന്നാണ് അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിലും സാഗരമായിട്ടിരിക്കുന്നതും ഭഗവാൻ എന്ന അർത്ഥത്തിലും അംഭോനിധിഹി. 518 നാമം അനന്താത്മാ. ദേശകാലങ്ങളാൽ മുറിക്കപ്പെടാതെ അനന്തമായ ആ ആത്മചൈതന്യത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ അനന്ത ആത്മാ. 519 നാമം മഹോദതിശയ. മഹോദതിശയ. ഉദധി എന്നാൽ സമുദ്രം. 7 സമുദ്രമാണുള്ളത്. എന്നാൽ പ്രളയകാലത്ത് ഈ എല്ലാ സമുദ്രവും ഒന്നായി തീർന്ന് മഹാ ഉദധിയാകുന്നു, ഒരേ ഒരു സമുദ്രമായി തീരുന്നു. അങ്ങനെ ആ സമുദ്രത്തിലാണ് എല്ലാ വസ്തുക്കളെയും, എല്ലാ ജീവരാശികളെയും തന്നിൽ ലയിപ്പിച്ച് ഭഗവാൻ ശയിക്കുന്നത് ആ ഏകാർണവത്തിലാണ്, ഒരേ ഒരു സമുദ്രത്തിലാണ്. അങ്ങനെ ആ മഹത്തായ സമുദ്രത്തിൽ ശയിക്കുന്നവൻ. മുമ്പ് പറഞ്ഞിട്ടുണ്ട് നാരായണീയത്തിൽ, എല്ലാം ബ്രഹ്മാവിൽ ലയിക്കുന്നു എന്നും ബ്രഹ്മാവ് നാരായണനിൽ ലയിക്കുന്നു ഈ പ്രളയകാലത്ത് എന്നും. മഹാവിഷ്ണു പിന്നീട് യോഗനിദ്രയെ പ്രാപിക്കുന്നു എന്ന് നാരായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ മഹത്തായ സമുദ്രത്തിൽ ശയിക്കുന്നവൻ, മഹത്തായ എന്നാൽ ഒന്നായി തീർന്ന സമുദ്രത്തിൽ ശയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മഹോദതിശയ. 520 നാമം അന്തകഃ. എല്ലാ ഭൂതങ്ങളുടെയും സംഹാരത്തെ, അന്തത്തെ ചെയ്യുന്നവൻ അന്തഃ. ഹരി ഓം.